വൈശാലി ഭാഗം 4. പെട്ടെന്നാണ് കുളത്തിലേക്ക് എന്തോ വന്ന് വീഴുന്ന ശബ്ദം കേട്ടത്. നല്ല ശാന്തമായ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോൾ വൈശാലി ഒന്ന് പേടിച്ചു പോയിരുന്നു. ആരോ കല്ലെറിഞ്ഞതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മുന്തിരി കളർ ഷർട്ടും മുണ്ടുമൊക്കെ ഉടുത്ത് വിഷ്ണു നിൽക്കുന്നു. ചുണ്ടിൽ സ്വതവേയുള്ള പുഞ്ചിരിയുണ്ട്. അവൾ സ്വയം ഒന്ന് നോക്കി. താനും അതേ കളർ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. അവനെ അവിടെ കണ്ടതും അവൾ കുളപ്പടവിൽ നിന്ന് എഴുന്നേറ്റ് അവനെ മറികടന്ന് കുളപ്പടവിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പോയി. വൈശാലി ഒന്ന് നിൽക്കുവോ? അവരവളെ വിളിച്ചു. എന്തോ അവൻ്റെ വിളി കേട്ട് അവൾക്ക് നിൽക്കാതിരിക്കാൻ തോന്നിയില്ല. അല്ലെങ്കിൽ അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ നിശ്ചലമായി എന്ന് പറയുന്നതാവും ശരി. അവനെ തിരിഞ്ഞു നോക്കിയില്ല അവൾ. തനിക്ക് എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ വൈശാലി? അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവൻ അല്പം ഗൗരവം നിറഞ്ഞ ശബ്ദത്തിലാണ് അവളോട് സംസാരിച്ചത്. അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗൗരവത്തിൽ അവൻ തന്നോട് സംസാരിക്കുന്നത്. അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. എനിക്കോ? എനിക്കെന്തിനാണ് ദേഷ്യം? പിന്നെന്തിനാ മനഃപൂർവ്വം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ അവൾ മറുപടി കൊടുത്തു. അതെന്താണ് കാരണമെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൻ വീണ്ടും അവളെ വിളിച്ചു. വൈശാലി. അവൾ തിരിഞ്ഞു നോക്കി. അവൻ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ തന്നെ ഉറ്റുനോക്കി. ഇതുവരെ ഞാൻ തന്നോട് പറയാത്തൊരു കാര്യം ഇപ്പോൾ തുറന്നു പറയട്ടെ? അവൻ്റെ ചോദ്യം കേട്ടതും വൈശാലിയുടെ പുരികം ഒന്ന് ചുളിഞ്ഞു. അവൾ അവനെ സംശയഭാവത്തോടെ നോക്കി. പറയ്, തന്നോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഞാൻ ഇപ്പോൾ തുറന്നു പറയട്ടെ? അവൻ വീണ്ടും ചോദിച്ചതും എന്തവനോട് തിരികെ പറയണമെന്നറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ശേഷം അവൾ പതുക്കെ തലയാട്ടി. എനിക്ക് ഈ വൈശാലി ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ പ്രണയമാണ്. ആർദ്രമായ സ്വരത്തിൽ അവളെ നോക്കി പ്രണയത്തോടെ അവൻ പറഞ്ഞു. അത് കേട്ടതും വൈശാലിയുടെ കണ്ണുകൾ അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിഴിഞ്ഞുപോയി. ഇത്രനാളും ഞാനിത് പറഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ പറയണമെന്ന് തോന്നി. അവനൊന്ന് പറഞ്ഞു നിർത്തി. തന്നിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ വന്ന് പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും തനിക്ക് തുറന്നു പറയാം. പക്ഷേ വിഷ്ണുദേവ് ഒരു വിവാഹം കഴിക്കുമെങ്കിൽ വധു വൈശാലി തന്നെയായിരിക്കും, അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നിപ്പോയി വിഷ്ണുവിന്. എനിക്കിഷ്ടമല്ല, എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞ് അവൾ പടികൾ കയറി മുകളിലേക്ക് നടന്നു. വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ ഒന്ന് നിന്നു. തിരിഞ്ഞു നോക്കാനായി മനസ്സ് വാശി പിടിക്കുന്നുണ്ട്. എങ്കിലും അത് ചെയ്യാതെ വണ്ടിയിലേക്ക് കയറിയിരുന്നു. താക്കോലിട്ട് വണ്ടി ഓണാക്കി. പക്ഷേ അപ്പോഴേക്കും താക്കോൽ ആരോ വന്ന് കൈക്കലാക്കിയിരുന്നു. നോക്കുമ്പോൾ വീണ്ടും വിഷ്ണു തന്നെ. തനിക്ക് എന്താ വേണ്ടത്? എന്നെ ഒന്ന് വെറുതെ വിട്, അവൾ അവനോട് ദയനീയമായി പറഞ്ഞു. അതിന് അവൻ തിരികെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിറന്നാൾ ആശംസകൾ. അവൻ അവൾക്ക് നേരെ കൈനീട്ടി. അവൾ അവൻ നീട്ടിയ കൈയിലേക്ക് നോക്കിയെങ്കിലും തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൻ അവൾക്ക് നേരെ നീട്ടിയ കൈകൾ പിൻവലിച്ചു. ശേഷം പിറകിലായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവളുടെ നേരെ നീട്ടി. അതിലേക്ക് നോക്കുമ്പോൾ വിടർന്നു വന്ന അവളുടെ കണ്ണിലേക്ക് അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ കൂടെ നോക്കി നിന്നു. അവൻ്റെ കയ്യിൽ മയിൽപീലിയുടെ ഒരു കെട്ട്, കൂടെ 2 താമരയും ഉണ്ട്. കുഞ്ഞിലേ മുതലുള്ള തൻ്റെ ഇഷ്ടങ്ങളാണ് മയിൽപീലി, മഞ്ചാടി, താമര, കുപ്പിവള, അങ്ങനെ കുറേ സാധനങ്ങൾ. എന്നാൽ ഇപ്പോൾ അതിനോടൊക്കെയുള്ള ഭ്രമം അവസാനിച്ചു. ജീവിതത്തിൻ്റെ കറുത്തിരുണ്ട അധ്യായത്തിൽ അതിനോടുള്ള താല്പര്യമൊക്കെ തന്നിൽ നിന്നും വേരറ്റു പോയി എന്ന് പറയാം. എന്നാലും അവൻ്റെ കയ്യിൽ അതിരിക്കുന്നത് കണ്ടതും അവൾക്കെന്തോ അത് വേണമെന്ന് തോന്നിപ്പോയി. മനസ്സ് അത് വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നത് പോലെ. അതിലേക്ക് തന്നെ നോക്കി നിന്നിരുന്ന അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു വിഷ്ണു അപ്പോൾ. കണ്ണിമ ചിമ്പാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. എന്നാൽ തെല്ലൊരു നിമിഷം കഴിഞ്ഞതും വൈശാലി പെട്ടെന്ന് അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി. അപ്പോൾ കാണുന്നത് കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്ന അവനെയാണ്. താക്കോല് തരാൻ നോക്ക് വിഷ്ണു, എനിക്ക് പോയിട്ട് കോളേജ് പോകേണ്ടതാണ്, കടുപ്പിച്ച സ്വരത്തിൽ തന്നെ വൈശാലി അവനോട് പറഞ്ഞു. എന്നാൽ അവളുടെ ശബ്ദമാണ് അവനെ അവളിൽ നിന്നുള്ള നോട്ടത്തിൽ നിന്നും പിൻവലിപ്പിച്ചത്. അവനപ്പോഴും താമരയും അയൽപ്പീലിയും അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരാൾ ഇഷ്ടത്തോടെ ഒരു സാധനം തരുമ്പോൾ അത് വാങ്ങാതിരിക്കുന്നത് മോശമാണ് വൈശു ടീച്ചറെ, അവൻ സ്വതവേയുള്ള കുസൃതി നിറഞ്ഞ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു. അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. എങ്കിലും അവൾ പോലും അറിയാതെ അവളുടെ നോട്ടം അവൻ്റെ കയ്യിലിരിക്കുന്ന മയിൽപീലിയിലും താമരയിലും വന്ന് പതിഞ്ഞിരുന്നു. ഇത് വാങ്ങിക്ക് ടീച്ചറെ, ഞാൻ തരുന്നതാണെന്ന് കരുതണ്ട, ഇതിവിടുത്തെ അമ്പലത്തിലെയാണ്. ദാ ഈ മയിൽപ്പീലി ഞാൻ കൃഷ്ണനോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. പിന്നെ ഈ താമര, അത് ഞാൻ ഇവിടുത്തെ അമ്പലക്കുളത്തിൽ നിന്ന് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ തരുന്നതായിട്ട് കാണണ്ട, ഭഗവാൻ തരുന്നതായിട്ട് കണ്ടാലും മതി. ചുണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരിയോടെ അവൻ കാര്യമായിട്ട് അവളോട് പറഞ്ഞു. എന്നാൽ അവൻ്റെ ഈ കുസൃതിയോടെയുള്ള സംസാരം കേട്ടിട്ട് അവൾക്ക് മനസ്സിൽ ചെറുതായി ഒരു ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവളത് പുറത്തു പ്രകടിപ്പിക്കാതെ അടക്കി നിർത്തി.
താക്കോല് തരാൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞതൊന്നും താൻ കേട്ടിട്ടില്ല എന്ന മട്ടിൽ അവൾ വീണ്ടും അവനോട് താക്കോല് ചോദിച്ചു. അത് കണ്ടതും അവൻ പോക്കറ്റിലിട്ടിരിക്കുന്ന അവളുടെ വണ്ടിയുടെ താക്കോലെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നാൽ കയ്യിൽ താക്കോലിന്റെ കൂടെ മഞ്ചാടി കുരുക്കളും കണ്ട് അവളുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ ഒന്ന് വിടർന്നു. നോക്കണ്ട, ഇത് ഞാൻ അമ്പലത്തിന്റെ പുറകിലെ മഞ്ചാടി മരത്തിന്റെ ചോട്ടിൽ നിന്നും പിറക്കിയെടുത്തതാണ്. കുസൃതിയോടെ തന്നെ അവൾ ചോദിക്കും മുൻപ് അവൻ എല്ലാം പറഞ്ഞു. എന്നാൽ ഈ തവണ അവൾക്ക് പുഞ്ചിരി അടക്കി നിർത്താനായില്ല. ചെറിയ രീതിയിൽ അവളുടെ ചുണ്ടുകൾ പുഞ്ചിരിക്കുക തന്നെ ചെയ്തു. അവളുടെ പുഞ്ചിരി കണ്ടതും അവന്റെ ചുണ്ടുകളും സന്തോഷത്താൽ ഒന്ന് വിടർന്നു. വലിയ രീതിയിൽ പുഞ്ചിരി പുറത്തേക്ക് വന്നിട്ടില്ല. എങ്കിലും അവളിലെ ചെറിയ പുഞ്ചിരി അവന് മാത്രം മനസ്സിലാകുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മഞ്ചാടി കുരുക്കളെല്ലാം വണ്ടിയുടെ സീറ്റ് തുറന്ന് അതിലേക്ക് വെച്ചു. വണ്ടിയുടെ സീറ്റ് തുറന്നതും വിഷ്ണു വേഗം തന്നെ കയ്യിലുണ്ടായിരുന്ന മയിൽപീലിയും താമരയും കൂടി അതിലേക്ക് വെച്ചു. അവനത് ചെയ്തത് കണ്ടതും വൈശാലി അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. എന്നാൽ മുഖത്ത് നിറയെ നിഷ്കളങ്കതയുമായി നിൽക്കുന്നവനെ നോക്കി അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല എന്നതായിരുന്നു സത്യം. അവൾ വണ്ടിയിലേക്ക് കയറിയിരുന്നു. എന്നെ കൂടെ കയറ്റുവോ? അവൾ വണ്ടിയിലേക്ക് കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയത് കണ്ടതും അവൻ നിഷ്കളങ്കതയോടെ തന്നെ അവളോട് ചോദിച്ചു. ഇങ്ങോട്ട് വരാനറിയാലോ, അപ്പോൾ അതുപോലെ തന്നെ മോൻ തിരികെ പോയാൽ മതി. അത് പറഞ്ഞ് അവൾ വേഗം തന്നെ വണ്ടി തിരിച്ചു പോയി. അവൾ പോയ വഴിയെ നോക്കി നിന്ന വിഷ്ണുവിന്റെ ചുണ്ടിൽ പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരിയായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് തന്നെ വൈശാലി വീട്ടിലെത്തി. സമയം കുറച്ചായിട്ടുണ്ട്. 8:30 ആവുമ്പോൾ കോളേജിലേക്ക് ഇറങ്ങണം. വേഗം തന്നെ വീട്ടിലേക്ക് കയറി. സാരിയൊക്കെ വേഗം തന്നെ മാറിയിട്ടു. രാവിലേക്കുള്ള ഭക്ഷണം പുട്ടുണ്ടാക്കി, ചോറും വെച്ചു, കടലക്കറി വെച്ചു. അതാവുമ്പോൾ പുട്ടിനും കഴിക്കാം, ഉച്ചയ്ക്ക് കറിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സമയം 8 ആയിട്ടുണ്ട്. വേഗം തന്നെ മുറിയിലേക്ക് പോയി. ദേഹത്ത് മുഴുവൻ അടുക്കളയിൽ നിന്നതുകൊണ്ട് തന്നെ വിയർപ്പായി. അടുക്കളയിൽ നല്ല രീതിയിലുള്ള ജോലി ചെയ്യാനുണ്ടായിരുന്നല്ലോ. കുളിച്ച് സാരി ഉടുത്തു. വേഗം തന്നെ ബാഗും പാത്രവും ഒക്കെ എടുത്ത് പുറത്തേക്ക് നടന്നു. വൈകിയത് കൊണ്ട് തന്നെ ആരെയും ശ്രദ്ധിക്കാതെ വേഗം തന്നെ കോളേജിലേക്കാണ് നടന്നത്. കോളേജിൽ പോയി തിരികെ വന്നു. കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് ഇന്ന് 5 മണിയായി വരാനായിട്ട്. വീട്ടിലേക്ക് വന്നതും വാങ്ങിയ സാധനങ്ങൾ കൊണ്ടുവച്ച് കുളിച്ചു വന്ന് അതൊക്കെ അടുക്കി ഒതുക്കി വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ തിണ്ണയിൽ വന്നിരുന്നു. നോക്കുമ്പോൾ വരാന്തയിലെ അത്താണിയിലായി ഒരു കവർ ഇരിക്കുന്നു. താനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ വന്നു? കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ഇതുണ്ടായിരുന്നോ? അവളൊന്ന് ഓർത്തു നോക്കി. അറിയില്ല. അവൾ അത് വന്ന് നോക്കി. ഒരു കവറിലായി സിൽവർ കളർ കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അവളത് കയ്യിലെടുത്തു, തുറന്നു നോക്കി. അവളുടെ കണ്ണുകൾ അതിലേക്ക് തന്നെ ഉടക്കി നിന്നു. കൊത്തിവെച്ച ശില്പം പോലൊരു രൂപം. നൃത്തം ചെയ്യുന്ന ഒരു പെണ്ണിന്റെ സ്റ്റാച്ചു ആണ്. അതിലെ പെണ്ണിനെ കാണാൻ തന്നെ പോലെ ഇല്ലേ എന്ന് അവൾക്ക് ഒരു നിമിഷം തോന്നാതിരുന്നില്ല. ആന്റിക് ഗോൾഡൻ കളറിലുള്ള ചെറിയൊരു സ്റ്റാച്ചു രൂപം. അവൾക്കത് ഒത്തിരി ഇഷ്ടമായി. അവളുടെ കൈപ്പത്തിയുടെ വലിപ്പം മാത്രമാണ് അതിനുള്ളത്. അവൾ ഒരു പുഞ്ചിരിയോടെ അതിലേക്ക് നോക്കി. എന്നാൽ അത് കഴിഞ്ഞാണ് അവൾക്കിത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചത് എന്നുള്ള ചിന്ത വന്നത്. എന്നാൽ അടുത്ത നിമിഷം അവളുടെ മനസ്സിലേക്ക് കുസൃതി ചിരിയോടെ നിൽക്കുന്നൊരുവന്റെ മുഖം കടന്നു വന്നു. ഇതിവിടെ കൊണ്ടുവന്നു വെച്ചത് അവനാണെന്ന കാര്യത്തിൽ അവൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അവളുടെ നോട്ടം മുന്നിലെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവിടെ ഇവിടെയും ആരെയും കാണാനില്ല. അവൾ ആ സ്റ്റാച്ചു കയ്യിലെടുത്ത് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് അവൾ രാവിലെ അവൻ തന്ന മയിൽപീലിയുടെയും മഞ്ചാടിക്കുരുവിൻ്റെയും ഒക്കെ കാര്യം ഓർക്കുന്നത്. അത് ഇത്രയും നേരമായിട്ടും വണ്ടിയിൽ നിന്നും എടുത്തിട്ടില്ല. വേഗം തന്നെ അകത്തേക്ക് വന്ന് വണ്ടിയുടെ താക്കോലെടുത്ത് പുറത്തേക്കിറങ്ങി വണ്ടിയുടെ സീറ്റ് തുറന്നു. മയിൽപീലിയും മഞ്ചാടിക്കുരുക്കളും ഒക്കെ പിറക്കിയെടുത്തു. താമര കയ്യിലെടുത്തപ്പോൾ താമര മുഴുവനായോ അല്ലെങ്കിലും വാടിപ്പോയിട്ടുണ്ട് കുറച്ച്. എല്ലാം എടുത്ത് അവൾ അകത്തേക്ക് കയറി. പൂജാമുറിയിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിനടുത്തായി വെച്ചിരിക്കുന്ന ഭരണിയിൽ അവൾ മഞ്ചാടിക്കുരുക്കളും മയിൽപീലിയും കൊണ്ടുപോയി വെച്ചു. താമരയും അതിനരികിലായി തന്നെ കൊണ്ടുവച്ചു. എന്നാൽ അവൾ ആ സ്റ്റാച്ചുവും താമരയും മഞ്ചാടിക്കുരുക്കളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് വിഷ്ണു അവന്റെ മുറിയിലിരുന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ നേരിയൊരു പ്രതീക്ഷ വിരിഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ അവൾ തൻ്റേതാകും എന്നുള്ള ഒരു കടുകുമണിയോളം ഉള്ള വിശ്വാസം. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ ബൈ.